എന്റെ പടച്ചോനെ, എന്താ നമ്മളിത് കേൾക്കുന്ന ന്യൂസ്? വല്ലാത്തൊരു സംഭവല്ലേ. തട്ടിമാറ്റി പോവല്ലേട്ടാ. ഈ ന്യൂസ് നിങ്ങൾ കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം. എന്താണെന്നല്ലേ? ഇതാ ഇയാളെന്നെ ആര് ഇതാ നോക്കിയോ നിങ്ങള്. പെൺകുട്ടിയാണ്. അപ്പോ എന്താണ് അന്ന് ഫ്രണ്ട് ആയിരുന്നു നന്ദിന്റെ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഞാനും ആശും ഒരു വേറെ പെണ്ണോട് ഇയാളെ ഫ്ലാറ്റിൽ പോയി. ഇയാളെ സിനിമ ഡയലോഗും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. രണ്ടാമത്തെ ഇയാൾ എന്നെ വിളിച്ചപ്പോഴാണ് പറഞ്ഞത് ജാസി എന്താണ് കൂടുതൽ ആരെ പാർട്ട്ണർ ആശുവായിരുന്നു. കുഴപ്പമില്ല, അടുത്ത വർഷം വരുമ്പോൾ ജാസി ഒറ്റയ്ക്ക് വന്നാൽ മതി, നമ്മളിപ്പോ ഫ്രണ്ട്സ് അല്ലേ, നമ്മള് അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലാന്ന്. പക്ഷെ എനിക്ക് എന്തോ നെഗറ്റീവായിട്ട് അടിച്ചതുകൊണ്ട് പിന്നെ ഞാന് രണ്ടാമത് പോയില്ല. അപ്പൊ മുരാരി തന്ത്രി എന്തിനായിരിക്കും നമ്മളെ ജാസിനെ വിളിച്ചത്? നിങ്ങൾക്കായിരിക്കും അറിയുമോ? അല്ല, കുറേ മുമ്പ് സിനിമ പിന്നെ ഇതിലൊരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ഡോർ തട്ടി അങ്ങനത്തെ കേസ്. അപ്പം ഈ ജാസി എന്തോ പറഞ്ഞിരുന്നു. പിന്നെ ബസ്സിൽ വെച്ചിട്ട് അവമാനിച്ച് അങ്ങനത്തെ കാര്യം എന്തോ ജാസി പറഞ്ഞാൽ എനിക്കെന്ന് തോന്നുന്നുള്ളത്. അപ്പൊ ഇതെല്ലാത്തിനും ജാസിനെ കൂട്ടാണ്ട് ഒരാൾക്കും സംഭവമില്ല അല്ലേ? പിന്നെ ജാസി വല്ലത്തോ ഒരു ഇതായിരിക്കാമല്ലേ. ചിലപ്പോൾ നമ്മൾ ട്രെയിനിലെല്ലാം പോകുമ്പോൾ നമ്മളൊരു ട്രെയിനിന്ന് അവർ ആ സ്നേഹത്തോട് കൂടിയിട്ടുള്ള ഇങ്ങനെ ആക്കിയിട്ട് പൈസ ചോദിച്ചിട്ട് വാങ്ങിക്കുന്നുണ്ടല്ലോ നമ്മളോട്. അപ്പം നമ്മൾ പിന്നെ ചില ആൾക്കാർ അത് നല്ലതിനും വേണ്ടിയിട്ട് കൊടുക്കലുണ്ട്. അപ്പം അങ്ങനെ ഇപ്പം ജാസിനെ തട്ടിയിട്ടുണ്ടായത് കൊണ്ടായിരിക്കും, എന്താണെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ മുരാരി തന്ത്രി അങ്ങനല്ലേ പേര് തോന്നുന്നു, അങ്ങനെ തോന്നുന്നു. എന്തിനാണ് ജാസിനെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ആഷിനെ കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞത്? ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ഇടുക. വിട്ടോ, ലൈക്ക് അടിച്ച്. വേണ്ട എന്നെ മതി, നിർത്തുക.